എൻ്റെ പേര് വിശാൽ. ഞാൻ ഇവിടെ തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ കോളേജ് സമയത്ത് കൊറോണ സമയത്താണ് എൻ്റെ കോളേജ് കഴിഞ്ഞത്. അപ്പോൾ ആ സമയത്ത് എന്താ ഇനി അടുത്ത ഓപ്ഷൻ എന്നുള്ള കാര്യം എനിക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ചേട്ടനാണ് ഇങ്ങനെ നിർദ്ദേശിച്ചത്, ഒരു ഗവൺമെൻറ് ജോബ് നോക്കണം നല്ലത്, ഇക്കാലത്ത് ഏറ്റവും ബെറ്റർ എന്ന ഓപ്ഷൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗവൺമെൻറ്റിലേക്ക് ജോബിന് എക്സാമിന് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആദ്യം അങ്ങനെ ഇന്നതൊന്നും ഉണ്ടായിരുന്നില്ല, PSC, SSC, റെയിൽവേ അങ്ങനെ മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് എൻട്രിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഓഫ്ലൈൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്നോട് ഓൺലൈൻ എടുത്തോളം പറഞ്ഞു. അങ്ങനെ ആദ്യം ആ സമയത്ത് LDC ആയിരുന്നു. പിന്നെ അപ്പോൾ അതിലെ ക്ലാസ്സുകൾ അത്യാവശ്യം ഞാൻ കണ്ടു. അപ്പോൾ ഒരു ഇത് കിട്ടി എനിക്ക്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന്. അപ്പോൾ LDC ആ സമയത്ത് എനിക്ക് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് KS ആയിരുന്നു. അപ്പോൾ KSൻ്റെ ക്ലാസ് അത്യാവശ്യം നല്ല രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ് സെക്ടറിലേക്കായാലും SSCയിലേക്കായാലും നല്ല രീതിയിൽ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആദ്യം എനിക്ക് കിട്ടിയത് SSCയിലെ GD ആയിരുന്നു. പക്ഷേ അത് എല്ലാം കഴിഞ്ഞിട്ടും മാർക്ക് ഇത്തിരി കുറവായിരുന്നു എനിക്ക്. അപ്പോൾ അതെനിക്ക് മൊത്തത്തിൽ കിട്ടിയില്ല, ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതേപോലെ തന്നെ PSC ഞാൻ അത്യാവശ്യം നോക്കിയായിരുന്നു. PSCയിൽ പോലീസുണ്ട്, കേരള പോലീസിൽ എനിക്ക് എല്ലാം കഴിഞ്ഞു. പക്ഷേ അന്നത്തെ ബാച്ചിലാകെ 563 പേരെ കണ്ട് എടുത്തുള്ളൂ. അപ്പം എൻ്റെ റാങ്ക് 1000-ന് മേലെ കൊണ്ട് എനിക്കതും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്തായാലും PSC കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണ് റെയിൽവേ SSC മെയിനായിട്ട് നോക്കാൻ തുടങ്ങിയത്. അപ്പോൾ റെയിൽവേ LP തുടങ്ങിയപ്പോൾ എൻട്രിയിലെ ഓൺലൈൻ ക്ലാസ്സും യൂട്യൂബ് ക്ലാസ്സും ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ CBT 1ൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ CBT 1ൻ്റെ റിസൾട്ട് വന്നപ്പോൾ കുറച്ചുകൂടി പഠിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൊടുത്തു, നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ CBT 1 ക്വാളിഫൈ ആയി. പിന്നെ CBT 2, അത് കഴിഞ്ഞ് CBAT അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. അപ്പോൾ യൂട്യൂബ് ക്ലാസ്സും കുറേയൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അതും ക്രാക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഇപ്പോൾ LP ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞത്. അതിൽ എൻട്രിനോടും എന്നെ സഹായിച്ച എല്ലാ ഫാക്കൽറ്റീസിനോടും വളരെയധികം സന്തോഷത്തോടെ നന്ദി പറയുന്നു. മെൻറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ റീസണിങ് ആണെങ്കിലും കോണ്ട് പഠിക്കാനാണെങ്കിലും നല്ല രീതിയിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനായ രീതിയിലായാലും നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ്, ഇതാണ് ഇപ്പോൾ ബെസ്റ്റായിട്ട് ക്വാളിഫൈ ആയിട്ടുള്ളത്. ഇതിനു മുമ്പ് ക്വാളിഫൈ ആയി, പക്ഷേ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതായത് ഓരോ ചെറിയ കാരണങ്ങൾ, മെഡിക്കലും അങ്ങനെ ചെറിയ കാരണങ്ങൾ കൊണ്ട് ജോലി കിട്ടാണ്ട് വന്നു. പക്ഷേ LP ഇപ്പോൾ മെഡിക്കലും കംപ്ലീറ്റ് ആയി, മെഡിക്കൽ ഫിറ്റായി, എല്ലാ രീതിയിൽ ഓക്കെ ആയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. LPയോട് ഇതും സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഓൾറെഡി CGL കഴിഞ്ഞിട്ടുണ്ട്, CGLൻ്റെ പ്രിലിംസ് കഴിഞ്ഞിട്ടുണ്ട്, അതിൽ അത്യാവശ്യം മാർക്കുണ്ട്. പിന്നെ ഗ്രാജുവേറ്റിൻ്റെ മെയിൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ UG പ്രിലിംസിൻ്റെ റിസൾട്ട് മിഞ്ഞാന്ന് വന്നിട്ടുണ്ട്, അതും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ മുകളിലുള്ള ഹയർ ലെവൽ പോസ്റ്റ് നോക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാനിപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. വീട്ടുകാർ ആദ്യം എഴുതാൻ തുടങ്ങിയ സമയത്ത് കിട്ടാണ്ടായപ്പോൾ ചേട്ടനെപ്പോഴും സപ്പോർട്ടായിരുന്നു. ചേട്ടൻ്റെ വൈഫും സപ്പോർട്ടായിരുന്നു. കാരണം അവരൊരു പ്രൈവറ്റ് സെക്ടറാണ്. പ്രൈവറ്റ് സെക്ടറിൽ അത്യാവശ്യം വർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പം അതുകൊണ്ട് ഒരു ഗവൺമെൻറ് സെക്ടറാണെങ്കിൽ ലൈഫ് അത്യാവശ്യം സെറ്റിലാവുന്നു, അവർക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അച്ഛനമ്മയും ആദ്യം എക്സാം എഴുതുമ്പോൾ ക്വാളിഫൈ ആവേണ്ടാവുമ്പോൾ അവർ പറയും ചേട്ടനെ പോലെ ഏതെങ്കിലും പ്രൈവറ്റ് ജോലി നോക്കാം. പക്ഷേ എൻ്റെ മനസ്സ് അതിന് സമ്മതിച്ചില്ല. അപ്പോൾ കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു, പഠിക്കുന്ന കാര്യത്തിൽ കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സാറുമാരുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ LP ക്വാളിഫൈ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചു. പഠനം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 6 മണിക്ക് തുടങ്ങും. 6 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 9 മണി വരെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും. പിന്നെ വേറെ ഒരു ഗുഡ് എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്കായിരുന്നില്ല, കമ്പൈൻ സ്റ്റഡി ആയിരുന്നു കൂടുതലും നോക്കിയിരുന്നത്.
അപ്പോൾ വേറെ 2 ഫ്രണ്ട്സും ഉണ്ട്. അവരും അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ഇതിന് വേണ്ടിയിരിക്കുന്ന ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ അവരും കൂടി വന്നപ്പോൾ കൂടുതൽ നല്ല രീതിയിൽ പഠിക്കാൻ കഴിഞ്ഞു. ആദ്യം അങ്ങനെ ഒറ്റയ്ക്കായിരുന്നു, പക്ഷെ കമ്പൈൻ സ്റ്റഡി കുറച്ചും കൂടി നല്ല രീതിയിൽ മാർക്ക് കൂട്ടാനായിട്ട് എന്നെ കൊണ്ട് പറ്റി. പിന്നെ രാവിലെ ഒരു 3 മണിക്കൂർ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയായി കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് ഒരു 2 മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. 2 മണി തൊട്ട് ഒരു 5 മണി വരെ വീണ്ടും പഠിക്കും. ഇത് കഴിഞ്ഞ് ചായ കുടിക്കാനും ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഒരു 8:30 9:30 വരെ മാക്സിമം നോക്കും. അത് കഴിഞ്ഞാൽ അന്നത്തെ പഠിപ്പ് സ്റ്റോപ്പ് ചെയ്യലാണ് പതിവ്. ഡെയിലി ഈ റൂട്ടീനാണ് ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിരുന്നത്. ഈ ALP വേണ്ടിയിട്ട് ALP 2024 വിളിച്ചതാണ്. അപ്പോൾ ALP വേണ്ടിയിട്ട് ഒരു എക്സാമിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 4-5 മാസം മാക്സിമം ഇതിനു വേണ്ടി ഇരുന്നിട്ടുണ്ട്. പിന്നെ ഈ CBT 1 റിസൾട്ട് വന്നപ്പോഴും ആ ഗ്യാപ്പ് അനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഈ പ്രൈവറ്റ് സെക്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും നല്ല ജോലിയാണ്. അതുപോലെ തന്നെ ALP അത്യാവശ്യം നല്ല പോസ്റ്റാണ്. അതായത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഉണ്ട്. സ്റ്റാർട്ടിങ് തന്നെ ഒരു ട്രെയിനിങ് പീരീഡിൽ 30-32 ആണെങ്കിലും അത് കയറിക്കഴിഞ്ഞ് ഒരു ഇതായി കഴിഞ്ഞാൽ ഒരു 1 lakh above ഇപ്പോൾ കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. ALP പിന്നെ ചെറിയ രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പോൾ ലീവിൻ്റെ കാര്യം ഇതൊക്കെ ഉണ്ടെങ്കിലും നല്ല മനസ്സറിഞ്ഞിട്ട് നല്ല രീതിയിൽ ഇതിന് ഇഷ്ടപ്പെട്ട് ജോലി നോക്കുന്ന ആളാണെങ്കിൽ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ALP നല്ലതാണ്. നല്ല രീതിയിലുള്ള പ്രൊമോഷനും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും.